സുന്നി മഹല്ല് ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ഗുരുതര ആരോപണമായി സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം. ജിഫ്രി തങ്ങളെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് നിയമാവലി അട്ടിമറിച്ചെന്നാണ് ആരോപണം. SMFന്റെ കമ്മിറ്റികളിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരും രാഷ്ട്രീയക്കാരും കടന്നുകൂടിയിട്ടുണ്ടെന്നും ലീഗ് വിരുദ്ധ വിഭാഗം ആരോപിക്കുന്നു. അനൽക സേതുണ്ട്. അനൽക, എന്താണ് ഈ ആരോപണങ്ങളുടെ ഒരു പശ്ചാത്തലം? എന്ത് തരം നിയമാവലി അട്ടിമറിച്ചെന്നാണ് ലീഗ് വിരുദ്ധ വിഭാഗം ആരോപിക്കുന്നത്? അരുണ്യ, സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പ്, വിവിധ കമ്മിറ്റികളിലേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പുകൾ അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ തലങ്ങളിലേക്കുള്ള ഭാരവാഹികളെയാണ് ഈ തെരഞ്ഞെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം 16-ാം തീയതിയാണ് സംസ്ഥാന നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു ഗുരുതര ആരോപണം സംസ്ഥയിലെ ലീഗ് വിരുദ്ധർ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതിന്റെ ചുമതലയുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മേൽനോട്ടത്തിനായി സമസ്ത സുന്നി SMF നിയമിച്ചിരുന്നത് സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനും. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കാനായപ്പോൾ അത്തരത്തിൽ ഈ സുന്നി മഹല്ല് ഫെഡറേഷന്റെ നിയമാവലികൾ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു കേന്ദ്ര മുഷാവറംഗത്തെ നിയമിച്ചുവെന്നാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 4 മാസം മുമ്പ് തന്നെ സമസ്തയുടെ കേന്ദ്ര മുഷാവറയ്ക്ക് സമസ്തയിലെ ലീഗ് വിരുദ്ധർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഷാവറ അന്ന് 6 അംഗ ഉപസമിതിയെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ മുഷാവറ ഉപസമിതിയെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിവിധ പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ മേഖല, മണ്ഡലം, ജില്ലാ തലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചാത്തലത്തിലൊക്കെ തന്നെ രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരും ഈ കമ്മിറ്റികളിൽ കടന്നുകൂടിയെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം സമസ്തയിലെ ലീഗ് വിരുദ്ധർ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ SMFന്റെ സംസ്ഥാന ഭാരവാഹികളെ തന്നെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. സമസ്തയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷാഫി ഹാജിയെ ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം ഈ ആരോപണം തീർത്തും നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജിഫ്രി തങ്ങൾ അത്തരത്തിൽ മേൽനോട്ട ചുമതലക്കാരൻ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസറായി നിയമിച്ചിട്ടുള്ളതും ആദ്യഘട്ടത്തിൽ തന്നെ സമസ്ത ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാരെയാണ് ഇത്തരത്തിൽ റിട്ടേണിംഗ് ഓഫീസറായി നിയമിച്ചതെന്ന കാര്യമാണ് ഷാഫി ഹാജി പറഞ്ഞിട്ടുള്ളത്. അത്തരം യാതൊരു പ്രശ്നങ്ങളുമില്ല, നിയമാവലി പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടക്കുന്നതെന്ന കാര്യമാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സമസ്തയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പള്ളികളിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ ഈ സമസ്തയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം തന്നെ ഈ സമസ്തയുടെ മറ്റ് പോഷക സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഈ പുതിയ SMFന്റെ ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കേണ്ട. കമ്മിറ്റി അംഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ കമ്മിറ്റി അംഗങ്ങളെ പ്രഖ്യാപിക്കുന്നത്. അതിൽ അത്തരക്കാരൊക്കെ തഴഞ്ഞുകൊണ്ടാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ സമസ്തയുടെ ലീഗ് വിരുദ്ധർ ഉന്നയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ തലങ്ങളിലേക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഈ മാസം 16-ാം തീയതിയാണ് SMFന്റെ സംസ്ഥാന നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നത്. ഈ സംഘടനയിൽ പൂർണ്ണമായിട്ടും സമസ്തയിലെ ലീഗ് അനുകൂലികൾക്കാണ് ഈ SMFൽ പൂർണ്ണമായിട്ടും സ്വാധീനമുള്ളത്. ഷാഫി ഹാജിയും അതോടൊപ്പം തന്നെ ലീഗിന്റെ ഏറ്റവും സമസ്തക്കകത്ത് ലീഗിനോട് അനുഭവം പുലർത്തുന്നവർക്കാണ് ഈ സംഘടനക്കകത്ത് പൂർണ്ണ സ്വാധീനമുള്ളത്. അരുണ്യ, സുന്നി മഹല്ല് ഫെഡറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ലീഗ് വിരുദ്ധ വിഭാഗം ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അനൽക സേതും വിവരങ്ങൾ നൽകിയത്.